അങ്ങനെ സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ഏറ്റവും പുതിയ ഏലിയൻ മൂവി ആയിട്ടുള്ള ഡിസ്ക്ലോഷർ ഡേ കണ്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു സ്റ്റീഫൻ സ്പിൽബർഗ് ഒരു ഏലിയൻ മൂവി എടുക്കുന്നത്. ഈ ജോൺറ തന്നെ ഡിഫൈനിങ് ആയിട്ടുള്ള E.T. പോലൊരു മൂവി എടുത്ത ആൾ വീണ്ടും ഒരു ഏലിയൻ മൂവിയും കൊണ്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അത് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഈ സിനിമയുടെ ട്രെയിലറിൽ ലാസ്റ്റിൽ എമിലി ബ്ലണ്ട് ചെയ്യുന്നൊരു സംഭവം കണ്ട് ഇതെന്ത് തേങ്ങയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേനും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എനിക്ക് പല സ്ഥലങ്ങളിലും ഈ സിനിമയിൽ ഒരുപാട് പ്ലോട്ട് ഹോൾസ് ഉള്ളതായിട്ടൊക്കെ തോന്നി. പക്ഷെ അതൊക്കെ നമുക്ക് അവസാനത്തേക്ക് സംസാരിക്കാം. ഇപ്പോൾ ഈ സിനിമയുടെ പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം. ഈ സിനിമയിലെ മേജർ പോസിറ്റീവായിട്ട് നമ്മൾ പറയേണ്ടത് ഈ സിനിമയിലെ ഏലിയൻസ് തന്നെയാണ്. നമ്മളൊരു യൂഷ്വൽ ഏലിയൻ ഇൻവേഷൻ മൂവി എന്ന് പറയുമ്പോഴത്തേക്കിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പതിവ് പരിപാടികളുണ്ടല്ലോ. ഈ ഏലിയൻസ് വരുന്നു, എർത്തിനെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എർത്ത് കോൺക്കർ ചെയ്യാൻ വേണ്ടി വരുന്നു. അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല ഈ സിനിമയിൽ. ഈ സിനിമയിലെ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെക്കാൾ ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ബീയിങ്സ് ആണ്. ഇവർക്ക് ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. അവരുടെ സിവിലൈസേഷൻ മച്ച് മോർ ഡെവലപ്ഡ് ആണ്. ഇവർക്കിനി എർത്തിൽ നിന്നൊന്നും നേടാനില്ല. ഇവർ വന്നിരിക്കുന്നത് തന്നെ എർത്തിലുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ്. നമ്മളെയും കൂടെ അവരുടെ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ, അതായത് ഈ ഏലിയൻസിൻ്റെ കോർ ഇമോഷൻ എന്ന് പറയുന്നത് എംപതിയാണ്. ഇവരെ നമ്മളിവിടെ പിടിച്ചു വെച്ച് ടോർച്ചർ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അതിനൊരു റിറ്റാലിയേഷൻ ആയിട്ട് ഈ ഏലിയൻസ് വരുന്നില്ല. ഈവൻ ദോ ദേ ആർ മച്ച് സുപ്പീരിയർ ദെൻ ഹ്യൂമൻസ് ഇൻ ദിസ് മൂവി, അവർ അങ്ങനെ അറ്റാക്കിന് വേണ്ടി വരുന്നില്ല. അവർ ഹ്യൂമൻസിനെ ചേർത്ത് പിടിക്കാനും ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് നമ്മളെയും കൂടെ കൊണ്ടുപോകാനും വേണ്ടി വരുന്ന ഏലിയൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾക്ക് നേരെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സൊസൈറ്റിക്ക് നേരെ പിടിച്ചൊരു മിറർ പോലെയാണ്. നമ്മൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓരോരോ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളുടെ ബേസിൽ നമ്മൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹ്യൂമൻ റേസാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. ആ ഒരു കാര്യമാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതിവർ നല്ല വൃത്തിക്ക് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമ കാണാൻ പോകുന്നവരൊക്കെ ഒരു യൂഷ്വൽ ഏലിയൻ ഇൻവേഷൻ മൂവി എക്സ്പെക്ട് ചെയ്താണ് പോകുന്നതെങ്കിൽ ദിസ് ഇസ് മോർ ഓഫ് എൻ എസ്പിയനാജ് മൂവി ദാൻ ആൻ ഏലിയൻ മൂവി. നമ്മൾ ഏലിയൻസ് ആയിട്ടുള്ള ഫൈറ്റോ അല്ലെങ്കിൽ ഏലിയൻസ് കോൺക്കർ ചെയ്യുന്നതൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോവാണെങ്കിൽ അതല്ല നടക്കാൻ പോകുന്നത്. ഒരു ഗവൺമെൻറ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനി സീക്രട്സ് സൂക്ഷിക്കുന്നു. ആ സീക്രട്സ് കുറച്ച് റിബൽസ് ആയിട്ടുള്ള ആൾക്കാർ ലോകത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ഈ മൂവിയുടെ ബേസിക് പ്രമിസ്. അതിൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇൻവോൾവ് ആണ്. ബട്ട് സ്റ്റിൽ അതാണ് കോർ ബേസിക്. സോ നിങ്ങൾ വളരെ ആക്ഷൻ ഹെവി ആയിട്ടുള്ള ഒരു ഏലിയൻ ഇൻവേഷൻ എക്സ്പെക്ട് ചെയ്തു പോയാൽ ആ ഒരു വകുപ്പിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാം. പക്ഷെ എനിക്കതല്ലായിരുന്നു കേട്ടോ പ്രശ്നം. അത് ഞാൻ അവസാനം പറയാം. പിന്നെ ഈ സിനിമയിലെ മറ്റൊരു പോസിറ്റീവാണ് ഈ സിനിമയിലെ പെർഫോമൻസുകൾ. അത് എടുത്തു പറയേണ്ടതാണ്. ഈ ലീഡ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള എമിലി ബ്ലണ്ടും ജോഷ് ഒക്കോണറും ചെയ്ത റോൾസ്. അത് ഇവർ ഹീറോ ഹീറോയിൻ അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല, ഇവർ ഒരു കപ്പിൾ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇവർ കൗണ്ടർ പാർട്സ് ആണ്. ഇപ്പോൾ ഒരാൾ ഏലിയൻസിൻ്റെ ഭാഷ ഹ്യൂമൻസിന് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മറ്റേയാൾ ഹ്യൂമൻസിൻ്റെ ഇമോഷൻസ് ഏലിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആയിട്ടാണ് ഇവരെ രണ്ടുപേരെയും കാണിച്ചിരിക്കുന്നത്. അതും ഒരു നൈസ് ടച്ച് തന്നെയാണ്. അത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു രീതിയിൽ സിനിമ കൊണ്ടുപോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരു മേജർ പോസിറ്റീവാണ് ഈ സിനിമയുടെ മ്യൂസിക് എന്ന് പറയുന്ന സംഭവം ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജോൺ വില്യംസ് എന്ന് പറയുന്ന കമ്പോസറാണ്. പുള്ളി സീൻസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും ഒരു ഇമോഷണൽ സെറ്റ് പീസ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ എല്ലാം ഒരു ഓർക്കസ്ട്ര നമ്മൾ
ഫീൽ ചെയ്യുന്നവരാണ്. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രുമെൻ്റ് അല്ല, ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് നമ്മളെ മ്യൂസിക് കൊണ്ട് ഓവർവെൽം ചെയ്യുന്നത് പോലെ ഒരു സെറ്റപ്പാണ്. ബട്ട് സ്റ്റിൽ വെരി എൻജോയബിൾ. പല സീനുകൾ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ മ്യൂസിക് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി. റിയൽ ലൊക്കേഷൻസ് ആണ്. പല സ്ഥലങ്ങളിലും ഇവർ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ആസ് എ ഹോൾ ഈ മൂവി ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. അത് പിന്നെ ഒരു സ്റ്റീഫൻ സ്പിൽബർഗ് മൂവിയെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടറിൽ നിന്ന് നമ്മൾ ഇതിൽ കുറഞ്ഞൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് നെഗറ്റീവിലേക്ക് പോകാം. സ്റ്റീഫൻ സ്പിൽബർഗിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ചോപ്പി ആയിട്ടുള്ള വിഷ്വൽ എഫക്ട്സ്. ഇതാണ് എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെടാതിരുന്ന ഒന്നാമത്തെ കാര്യം. ഇതിലെ പല സ്ഥലങ്ങളിലും ഇതിലെ വിഷ്വൽ എഫക്ട്സ് ഭയങ്കര ഒബ്വിയസ് ആണ്. എസ്പെഷ്യലി ഈ ഏലിയൻസ് ഈ മനുഷ്യരുടെ മുന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും ആനിമൽസിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ വരുമ്പോഴും ഈ ആനിമൽസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്, ഇവർ ഒറിജിനൽ ആനിമൽസ് അല്ല എന്ന് നമുക്ക് ഭയങ്കര ഒബ്വിയസ് ആണ്. അത് കുറച്ചുകൂടെ അവർക്ക് നല്ല രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആ മൂവിയിൽ നിന്നൊന്ന് പുറത്തേക്കാവില്ലായിരുന്നു. നമുക്ക് ആ ഒരു ഫ്ലോയിൽ എൻജോയ് ചെയ്തു പോയായിരുന്നു. അതെനിക്കൊരു മേജർ ഫ്ലോ ആയിട്ട് തോന്നി. അത് ഈ ആനിമൽസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല ആക്ഷൻ സീൻസിലും ഇവരിങ്ങനെ റെൻഡർ ചെയ്ത് വിഷ്വൽസ് ഇടയ്ക്ക് കുത്തിക്കയറ്റുന്നത് നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതൊരു കല്ലുകടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എനിക്കിഷ്ടപ്പെടാതിരിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ ഒരുപാട് പ്ലോട്ട് ഹോൾസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ മെയിൻ ലീഡ് ക്യാരക്ടേഴ്സിനെ കൊല്ലാൻ നമ്മുടെ വില്ലൻസിന് 1000 ചാൻസ് കിട്ടും. പക്ഷെ അപ്പോഴൊന്നും ചെയ്യില്ല. ലാസ്റ്റിൽ ഇവർക്ക് ചാൻസ് കിട്ടും, അപ്പോഴും ഒന്നും ചെയ്യില്ല. ചുരുക്കം പറഞ്ഞ ദുർഗുണരായ ഒരു കൂട്ടം വില്ലന്മാർ. ഒരു കോർപ്പറേറ്റ് കമ്പനി, അവർക്കൊന്നും നോക്കാനില്ല. പ്ലസ് ആ കോർപ്പറേറ്റ് കമ്പനീനെ ബാക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഇവർക്ക് ഒന്നിനെയും പേടിക്കാനില്ല. പിന്നെ ഇവർക്ക് ഈ മെയിൻ ലീഡ് ക്യാരക്ടേഴ്സിനെ കൊല്ലുന്നതിൽ എന്താണ് പ്രശ്നം? പല സാഹചര്യങ്ങളിൽ ഇവരെ പോയിന്റ് ബ്ലാങ്കിൽ കിട്ടും. നമ്മൾ വിചാരിക്കും ഞാൻ കൊന്നു തരായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. അത്രയ്ക്ക് സിമ്പിളായിട്ട് ഇവരുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോഴത്തേനും ഇവരൊന്നും ചെയ്യില്ല. എന്നിട്ട് ഇവർ രക്ഷപ്പെട്ട് കഴിയുമ്പോഴത്തേനും ഇവർ വീണ്ടും ചേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതൊക്കെ ഭയങ്കര ലോജിക്കില്ലാത്ത പല പരിപാടികളായിട്ട് തോന്നി. പിന്നെയും ഉണ്ട് കുറേ കാര്യങ്ങൾ. പക്ഷേ അതൊക്കെ ഇവിടെ പറഞ്ഞാൽ അത് സ്പോയിലേഴ്സ് ആയിപ്പോവും. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ പല കാര്യങ്ങളിലും എനിക്ക് ഒരുപാട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആണ് എനിക്ക് ഈ സിനിമ മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. പക്ഷേ വേണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നുള്ളൂ. ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് സ്പോയിലേഴ്സൊക്കെ ആയിട്ട് അത് ചെയ്യാം. അത് ആൾക്കാർ സിനിമ കണ്ടിട്ട് വന്നത് ആ വീഡിയോ കാണുന്നെങ്കിൽ കാണട്ടെ, അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് പേഴ്സണലി ഈ സിനിമ അത്ര വർക്കായില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വർക്കാവില്ല എന്നൊന്നുമില്ല. ഇപ്പം എൻ്റെ കൂടെ തിയേറ്ററിൽ ഉണ്ടായിരുന്നതിലും ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഈ സിനിമ വർക്കായി. സോ എല്ലാവരും സിനിമ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക, അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ശരി എന്നാൽ.